നമസ്കാരം. നിങ്ങളുടെ ഏറ്റവും വലിയ ശത്രു ആരാണെന്നറിയാമോ? ചിലപ്പോൾ അത് നിങ്ങളുടെ മനസ്സായിക്കൂടെ. യുവർ ബിഗസ്റ്റ് എനിമി നോസ് യുവർ നെയിം. സോ വേക്ക് അപ്പ് ടുഡേ. ഇന്ന് തന്നെ ഉയർത്തെഴുന്നേൽക്കുക, ഉണരുക, തിരിച്ചറിയുക. നിങ്ങളുടെ മനസ്സ് നിങ്ങളുടെ സുഹൃത്താണ്, അതുപോലെ നിങ്ങളുടെ ശത്രുവായി മാറും. പലപ്പോഴും നിങ്ങൾ പുറത്തല്ലേ ശത്രുക്കളെ അന്വേഷിക്കുന്നത്? ആരാണ് നിങ്ങളെ പുറകോട്ട് വലിക്കുന്നത്? ആരാണ് നിങ്ങളെ തടയുന്നത്? ആരാണ് നിങ്ങൾക്ക് കഴിവില്ല എന്ന് പറയുന്നത്? ആരാണ് നിങ്ങൾ എന്തെങ്കിലും ചെയ്യാൻ പോകുമ്പോൾ നിങ്ങളെ ഭയപ്പെടുത്തുന്നത്? ഒന്ന് തിരിഞ്ഞു നോക്കിയേ. പലപ്പോഴും അത് നമ്മുടെ മനസ്സല്ലേ. നമ്മൾ എന്തെങ്കിലും ഒരു കാര്യം ചെയ്യാൻ പോകുമ്പോൾ പറ്റില്ല, കഴിയില്ല, അവിടെ നിൽക്കെ, കുറച്ച് കഴിയട്ടെ. നമുക്ക് വേറെ എന്തെങ്കിലും ഒരു പ്രവർത്തനം പുതിയതായിട്ട് തുടങ്ങാൻ പോകുമ്പോൾ ഇന്ന് വേണോ? നിന്നെക്കൊണ്ട് അതിന് കഴിയുമോ? നിനക്കതിന് പറ്റുമോ? ഒരു പ്രസംഗത്തിനോ അല്ലെങ്കിൽ ഒരു പ്രോഗ്രാം ചെയ്യാനോ അല്ലെങ്കിൽ എവിടെയെങ്കിലും ഒരു സ്റ്റേജിൽ കയറി രണ്ട് വാക്ക് പറയാനോ വരുമ്പം, അല്ലെങ്കിൽ മറ്റുള്ളവരുടെ മുമ്പിൽ എന്തെങ്കിലും പ്രസൻറ്റ് ചെയ്യാൻ പോകുമ്പോൾ നിനക്കതിന് കഴിയുമോ? ഞാൻ മറ്റുള്ളവരെ എന്നെക്കുറിച്ച് എന്ത് കരുതും? ഞാൻ ചെയ്തത് തെറ്റായി പോയാൽ എല്ലാവരും എന്നെ കളിയാക്കില്ലേ? ഇപ്പോൾ നിന്റെ ജീവിതത്തിൽ നിനക്ക് കഴിവില്ല, പേടി, മടി, ഭയം, ഇവയെല്ലാം നിയന്ത്രിക്കുന്ന ആരാണ്? നിന്റെ മനസ്സല്ലേ. നീ അതൊന്ന് തിരിച്ചറിഞ്ഞു നോക്കിയേ. എന്നെക്കൊണ്ട് ഇത് ചെയ്യാൻ പറ്റും, എനിക്കിത് കഴിയും. ഞാൻ വീണ്ടും, അതായത് മടി പിടിക്കുന്നതിന് പകരം പ്രവർത്തനത്തിലോട്ടൊന്ന് ശ്രദ്ധ കേന്ദ്രീകരിച്ചേ. ഭയത്തിന് പകരം വിശ്വാസത്തിലൊന്ന് കേന്ദ്രീകരിച്ചേ. എനിക്ക് പേടിയുണ്ട്, എന്തിന്? എനിക്കെന്നീ വിശ്വാസമുണ്ട്, എനിക്കെന്തും ചെയ്യാൻ പറ്റും. എനിക്ക് ആരെയും ഭയക്കേണ്ട കാര്യമില്ല. മറ്റുള്ളവർ എന്നെക്കുറിച്ച് എന്ത് കരുതും എന്ന് ഞാൻ ചിന്തിക്കേണ്ട കാര്യമില്ല. ഇങ്ങനെയൊക്കെ പറഞ്ഞാൽ, ഇങ്ങനെയൊക്കെ നിന്റെ മനസ്സിനോട് പറയുകയാണെങ്കിൽ നിന്റെ മനസ്സായിരിക്കും ഏറ്റവും വലിയ സുഹൃത്ത്, അല്ലെങ്കിൽ അത് ശത്രുവായി മാറും. ആ ശത്രു നീ തിരിച്ചറിയാത്ത ശത്രുവായി മാറും. നിന്റെ ജീവിതം മുന്നോട്ട് പോകില്ല. അതുകൊണ്ട് ഇന്ന് തന്നെ മാറി ചിന്തിക്കൂ. ജീവിതത്തിൽ എന്തെങ്കിലും ഒരു നല്ല കാര്യം ചെയ്യണമെങ്കിൽ അപ്പോൾ തന്നെ ചെയ്യാൻ ശ്രമിക്കുക. ഏതെങ്കിലും ഒരു കാര്യത്തിൽ പേടിയുണ്ടെങ്കിൽ നിന്നിലുള്ള വിശ്വാസം മുറുകെ പിടിക്കുക. മടി പിടിക്കുന്നതിന് വരെ പ്രവർത്തിച്ച് കാണിക്കുക. ജീവിതത്തിൽ മുന്നേറുമ്പോൾ മാത്രമേ നമുക്ക് ഓരോന്ന് നേടാൻ പറ്റുകയുള്ളൂ. നിങ്ങളുടെ ജീവിതത്തിലെ നിങ്ങളുടെ ഏറ്റവും വലിയ ശത്രുവായി നിങ്ങളുടെ മനസ്സ് മാറാതിരിക്കുവാൻ ഇന്ന് മുതൽ പരിശ്രമിക്കുക. അങ്ങനെ പരിശ്രമിച്ചാൽ നിങ്ങൾക്ക് ജീവിതത്തിൽ വിജയിക്കുവാൻ കഴിയും. അങ്ങനെ വിജയിച്ച് നിങ്ങൾ ഓരോരുത്തരും ജീവിതത്തിൽ നന്മകളിലേക്ക്, നിങ്ങൾക്ക് സന്തോഷത്തിലേക്ക്, സമാധാനത്തിലേക്ക്, ഉയർച്ചകളിലേക്ക് മാറട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ഞാൻ നിങ്ങളോടൊപ്പം ഉണ്ട്, നിങ്ങളും എന്നോടൊപ്പം കാണുമെന്ന് വിശ്വസിക്കുന്നു. വീണ്ടും ഒരു മനഃശാസ്ത്ര യാത്രയിലൂടെ നമുക്ക് കാണാം. ഞാൻ നിങ്ങളുടെ ഡോക്ടർ ഡഗ്ലസ്. താങ്ക് യു.